ഹലോ, എല്ലാവർക്കും എൻ്റെ കുഞ്ഞു ചാനലിലേക്ക് സ്വാഗതം. ആദ്യം തന്നെ ഒരു ചെറിയ ഡിസ്ക്ലെയിമർ പറയട്ടെ. നിങ്ങൾ കാണുന്ന ഈ കിച്ചൺ ഉണ്ടല്ലോ, ഒരു മോഡുലാർ കിച്ചണോ എസ്തെറ്റിക് കിച്ചണോ ഒന്നും അല്ല കേട്ടോ. ഇതൊരു ഷെയറിങ് കിച്ചണാണേ. എനിക്കുള്ള സൗകര്യത്തിൽ ചെയ്യുന്ന ഒരു വീഡിയോസൊക്കെയാണ് ഇവിടെ പോസ്റ്റ് ചെയ്യുന്നത്. എന്നാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ ഞാനിതാ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടിയാണ്. ഇത് കഴിഞ്ഞിട്ട് പിന്നെ ലഞ്ചും പ്രിപ്പയർ ചെയ്യും കേട്ടോ. അപ്പോൾ ഇതാ ബ്രേക്ക്ഫാസ്റ്റിന് ഞാൻ ഉപ്പുമാവാണ് ഉണ്ടാക്കുന്നത്. കുറച്ച് മടിയുള്ള ദിവസങ്ങളിലോ അല്ലെങ്കിൽ ടൈം ഇല്ലാത്ത ടൈമിലോ ഉണ്ടാക്കുന്ന ബ്രേക്ക്ഫാസ്റ്റാണ് ഉപ്പുമാവ്. അപ്പോൾ തേങ്ങ ഇട്ട് എടുക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ എനിക്ക് കറി വേണ്ടേ. നല്ലൊരു ചൂട് കട്ടൻ്റെ കൂടെ ഈ ബ്രേക്ക്ഫാസ്റ്റ് എനിക്ക് അടിപൊളിയാണേ. അപ്പോൾ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു. അപ്പോൾ ഞാനൊരു ദിവസം യൂട്യൂബിൻ്റെ അനലിറ്റിക്സ് നോക്കി. അപ്പോൾ എനിക്കൊരു കാര്യം ശ്രദ്ധിച്ചേ. എൻ്റെ വീഡിയോസ് കൂടുതലായിട്ട് കാണുന്നത് 30 വയസ്സിലേക്ക് അടുക്കുന്നവരോ അല്ലെങ്കിൽ 30ാമത്തെ വയസ്സിൽ ഇപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നവരോ ആയ ആൾക്കാരാണ്. എന്ന് വെച്ചാൽ 90s കാലഘട്ടത്തിൽ ജനിച്ച ആൾക്കാരാണ്. അപ്പോൾ ഇതാ എൻ്റെ ചോറ് അതിൻ്റെ ഇടയിൽ വെന്തിട്ടുണ്ട്. അത് ഊറ്റിയെടുക്കട്ടെ. പിന്നെ കറിയുള്ള കാരണം ഞാൻ കറി വെക്കുന്നില്ല കേട്ടോ. ഒരു ഫിഷ് ഫ്രൈ ആണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ ഏർലി 20s പോവാട്ടോ. എന്ന് വെച്ചാൽ ഒരു 20-21 ഏജെല്ലാം ഉള്ള സമയത്ത് നമ്മൾ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാലോ അല്ലെങ്കിൽ എന്താ പറയുക ആരുടെയെങ്കിലും അഭിപ്രായങ്ങൾ കൊണ്ടോ നമ്മൾ ഒരുപാട് നേരം വിഷമിപ്പിച്ചിരുന്ന സമയങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? അല്ലെങ്കിൽ നമ്മുടെ അഭിപ്രായം പറയാതെ മറ്റുള്ളവരെ സന്തോഷത്തിന് മുൻഗണന കൊടുത്ത സമയങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? അപ്പോൾ ഇതാ ഞാൻ എൻ്റെ ഫിഷ് ഫ്രൈയും ചോറും എല്ലാം ആയിട്ടുണ്ട്. അപ്പോൾ ഇനി കുറച്ച് അധികം പാത്രങ്ങൾ കഴുകിയെടുക്കാനുണ്ട്. അപ്പോൾ അത് ഞാൻ കഴുകി ഒതുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പറഞ്ഞു നിർത്തിയത് നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ മെച്യൂരിറ്റി ഹിറ്റ് ചെയ്യുക അല്ലെങ്കിൽ പ്രായം കൂടുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട് കേട്ടോ. ജീവിതത്തിൽ നിന്ന് നമുക്കെല്ലാവരെയും സന്തോഷിപ്പിച്ച് ജീവിക്കാൻ കഴിയില്ല എന്നുള്ള ഒരു സത്യം അത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് മനസ്സമാധാനം ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മുടെ പ്രവൃത്തികൾ കൊണ്ടോ നമ്മുടെ തീരുമാനങ്ങൾ കൊണ്ടോ നമ്മുടെ വാക്കുകൾ കൊണ്ടോ ആരെയും വേദനിപ്പിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആർക്കും ഒരു ഉപദ്രവം ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നമുക്ക് എല്ലാവരെയും സന്തോഷിപ്പിച്ച് ജീവിക്കാൻ കഴിയില്ല എന്നുള്ളൊരു സത്യമാണ്. അപ്പോൾ നിങ്ങൾക്കിത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എന്തെങ്കിലും ഇതുപോലെ അനുഭവങ്ങളിലൂടെ പഠിച്ചെടുത്തിട്ടുണ്ടോ? എന്തെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റിൽ പറയണം കേട്ടോ. കമൻറ്റ് ബോക്സിൽ ഞാൻ നിങ്ങളുടെ അഭിപ്രായങ്ങൾ വായിച്ച് നിങ്ങൾക്ക് മറുപടി തരുന്നതാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അതോടൊപ്പം നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ഫാമിലിയിലേക്ക് ജോയിൻ ചെയ്യണം. എന്നെ അറിയാത്ത ഒരു 100-ലധികം പേര് ഇപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്തിട്ടില്ല കേട്ടോ ഇത്ര പെട്ടെന്ന് എനിക്ക് 100 സബ്സ്ക്രൈബേഴ്സ് ആവുന്നൊന്നും. അപ്പോൾ ആദ്യം ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നൊന്നും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ എന്താ പറയുക ഒരു ലൈക്കും ഒരു സബ്സ്ക്രൈബും ഞാൻ പ്രതീക്ഷിക്കുന്നു കേട്ടോ. അപ്പോൾ ഇതാ എൻ്റെ ക്ലീനിങ്ങും പാത്രമെല്ലാം കഴുകി കഴിഞ്ഞിട്ടുണ്ട്. ഇനി പാത്രം കഴുകുന്ന സ്ക്രബ്ബർ ഞാൻ എല്ലാം അങ്ങോട്ട് മാറ്റി വെക്കുവേ. എന്നിട്ട് സിങ്ക് കഴുകാൻ ഒരു സ്ക്രബ്ബറാണ്, അതെടുത്തിട്ടാണ് ഞാൻ സിങ്ക് കഴുകാറുള്ളത്. അപ്പോൾ ഞാൻ സിങ്കും കൂടി ക്ലീൻ ആക്കി കഴിഞ്ഞാൽ എൻ്റെ ഇന്നത്തെ കുക്കിങ്ങും ക്ലീനിങ്ങും എല്ലാം കഴിഞ്ഞു കേട്ടോ. നിങ്ങളുടെ വിശേഷങ്ങളും നിങ്ങളുടെ അനുഭവങ്ങളും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്നു വിചാരിക്കുന്നു. അതോടൊപ്പം എൻ്റെ വീഡിയോയെ പറ്റിയുള്ള അഭിപ്രായങ്ങളും പറയണേ. അപ്പോൾ ഞാൻ കമൻറ്റ് വായിച്ചിട്ട് റിപ്ലൈ തരുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.